السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم أعنا على ذكرك وشكرك وحسن عبادتك. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ അഹ്ഖാഫിന്റെ തഫ്സീറാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നു, അഞ്ചാമത്തെ ആയത്തിൽ, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമഹ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അദല്ലു, വഴിപിഴച്ചവൻ ആരുണ്ട്, മിമ്മൻ ഒരുവനേക്കാൾ വഴിപിഴച്ച വഴികേടിലായവൻ ആരുണ്ട്, യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികേടിലായ ആരുണ്ട്. മൻ ലാ യസ്തജീബു ലഹു, അവൻ ആരോടാണ് വിളിച്ചു തേടുന്നത്? മൻ ലാ യസ്തജീബു ലഹു, അവന് ഉത്തരം നൽകാത്തവരെയാണ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഇലാ യൗമിൽ ഖിയാമഹ, ഖിയാമത്ത് നാൾ വരേക്കും, അന്ത്യനാൾ വരെ ഉത്തരം ചെയ്യാത്തവരെയാണ് അവൻ വിളിച്ചു തേടുന്നത്. അവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട്? വഹും, അവരാകട്ടെ, അഥവാ അവൻ വിളിച്ചു തേടുന്നത് ആരെയാണോ അവരാകട്ടെ, അൻ ദുആഇഹിം, അവരോടുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഗാഫിലൂൻ, അശ്രദ്ധരാണ്. അഥവാ അവരെ വിളിച്ചു തേടുന്നത് അവരറിയുന്നില്ല. ആരാണോ ഉത്തരം നൽകണം, സഹായിക്കണം എന്നിവർ ആഗ്രഹിക്കുന്നത് അവർ അശ്രദ്ധരാണ്, അവരറിയുന്നില്ല ഇങ്ങനെ ഒരു കൂട്ടർ ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. ദുനിയാവിലെ സ്ഥിതി ഇതാണെങ്കിൽ അന്ത്യനാളിലെ സ്ഥിതി എന്താണ്? وإذا حشر الناس, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, അവരെ അല്ലാഹു മരണത്തിനു ശേഷം മഹ്ശറിൽ ഒരുമിച്ച് ചേർത്താൽ, كانوا لهم أعداء, ഇവർ ഈ വിളിച്ചു തേടപ്പെട്ട ആളുകൾ, ഇവരാരെയാണോ വിളിച്ചു തേടിയത് അവരെ ആരാധിച്ചവരുടെ ശത്രുക്കളായിരിക്കും. അദാഅൻ, ശത്രുക്കളായിത്തീരും. വകാനു, മാത്രമല്ല അവരായിരിക്കും, ബിഇബാദതിഹിം, അവരെ ആരാധിച്ചത് അവരുടെ ഇബാദത്തിനെ കാഫിരീൻ, നിഷേധിക്കുന്നവരുമായി തീരും. നോക്കൂ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നതിന്റെ പരിണിത ഫലം എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. റബ്ബ് ചോദിക്കുന്നു, വമൻ അദല്ലു, ആരുണ്ട് വഴിപിഴച്ചവൻ, മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട്? അഥവാ ആരുമില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ ദലാലത്തിലായവൻ, വഴികേടിലായവൻ മറ്റാരുമില്ല. കാരണം അവൻ വിളിച്ചു തേടുന്നത് ഒരിക്കലും അവന്റെ ദുആഇന് ഉത്തരം നൽകാൻ സാധിക്കാത്ത പടപ്പുകളെയാണ്. ഖാലിഖായ, സൃഷ്ടാവായ, മുജീബുദ് ദുആ ആയ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായ അല്ലാഹുവിനെയല്ല, മറിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്തവരെയാണ്. അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും ദുആഇന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ സാധ്യമല്ല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, തങ്ങളെ വിളിച്ചു തേടുന്നവരെ കുറിച്ച് മാത്രമല്ല, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഒരിക്കലും ഉത്തരം നൽകാത്തവർക്ക് അവരെയാണ് ഇവൻ വിളിച്ചു തേടുന്നത്.
വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഇവൻ വിളിച്ചു തേടുന്നവർ അവരാകട്ടെ ആ ദുആഇനെ കുറിച്ച്, പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധനാണ്. അവൻ ആ പ്രാർത്ഥനയെ കുറിച്ച് അറിയുന്നേയില്ല. ഇങ്ങനെയുള്ളവരെ വിളിച്ചു തേടുന്നവനേക്കാൾ വഴികെട്ടവൻ മറ്റാരുമില്ല. ദുആ, പ്രാർത്ഥന, അത് ആണ് യഥാർത്ഥത്തിൽ ഇബാദത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയുണ്ടായി, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ, എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ഇബാദത്തിൽ നിന്ന് അഹങ്കരിച്ച് തിരിഞ്ഞു കളയുന്നവനാരോ, അത് ചെയ്യാതെ അഹങ്കരിക്കുന്നവനാരോ, അങ്ങനെയുള്ളവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നരകത്തിൽ നിന്നരായി അവർ പ്രവേശിക്കും. ആ ആയത്തുകൾ നോക്കൂ. വഖാല റബ്ബുക്കും ഉദ്ഉനി, എന്നോട് ദുആ ചെയ്യൂ എന്ന് അല്ലാഹു പറഞ്ഞു. ശേഷം എന്താണ് പറയുന്നത്? ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ഇബാദത്ത് ചെയ്യാൻ അഹങ്കരിക്കുന്നവർ. അപ്പൊ ദുആ എന്ന് ഏത് കാര്യത്തെക്കുറിച്ചാണോ പറഞ്ഞത് അതേ കാര്യത്തെക്കുറിച്ചാണ് അല്ലാഹു ഇബാദത്ത് എന്ന് പറയുന്നത്. ദുആ ആണ് ഇബാദ, ദുആ ആണ് ഇബാദത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിട്ടാണ് പറയുന്നത്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന, ദുആ ആണ് ഇബാദത്ത്. എന്നിട്ടാണ് ഇന്ന് പല ആളുകൾ പറയുന്നത്, ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നു, പക്ഷേ ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നില്ല. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ്, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ അവരെ വിളിച്ചു തേടും, ദുആ ചെയ്യും. ദുആ, അല്ലാഹു അല്ലാത്തവരെ വിളിക്കാം, ദുആ ചെയ്യാമെന്ന് തന്നെ പറയും. ചില സന്ദർഭങ്ങളിൽ ചില ആളുകളുടെ അടുത്തെത്തുമ്പോൾ പറയും, അല്ല അത് ദുആ അല്ല, അത് ഇസ്തിഗാസയാണ്, അത് സഹായത്തേട്ടമാണ്, സഹായം തേടിക്കൂടെ? ഞാൻ നിങ്ങളോട് വല്ല കാര്യത്തിനും സഹായം ചോദിച്ചാൽ അത് ശിർക്കാണോ? വേറെ ചില ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയും, എന്താണ് ദുആ? ദുആഇന്റെ തഅരീഫ് പറയൂ, നിർവചനം പറയൂ. മുസ്ലിയാക്കന്മാരുടെ ചോദ്യങ്ങളാണ്. ദുആഇന്റെ നിർവചനം എന്ത്? ഒന്നും വേണ്ട ഉസ്താദേ, ഒന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് 500 കീശയിലിട്ട് കൊടുത്താൽ അപ്പൊ ചോദിക്കൂല ദുആഇന്റെ നിർവചനം എന്താണ് പറയും എന്നൊന്നും ചോദിക്കൂല, ദുആ ചെയ്തു. അപ്പൊ മുസ്ലിയാർക്ക് അറിയാം എന്താണ് ദുആ എന്ന്, നിർവചനത്തിന്റെ ആവശ്യമൊന്നുമില്ല. സഹോദരങ്ങളെ, എല്ലാ കാര്യവും നിർവചനം തഅരീഫ് പറഞ്ഞ് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞ് തെളിയിക്കണോ? വേണ്ടല്ലോ. അങ്ങനെയാണോ അള്ളാഹുവിന്റെ ശൈലി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി അതാണോ? ദുആ മഅറൂഫാണ്, എല്ലാവർക്കും അറിയാം എന്താണ് ദുആ, പ്രാർത്ഥനയെന്ന്. ജീവിതം എന്താണ്, മരണം എന്താണ് എല്ലാവർക്കും അറിയാം. അള്ളാഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അവനാണ് ജീവിതത്തെയും മരണത്തെയും പടച്ചത്. ഇപ്പോൾ ഒരാൾ ചോദിക്കുക, എന്താണ് ജീവിതം, എന്താണ് മരണം? തഅരീഫ് പറയും, നിർവചനം പറയും. എല്ലാം നിർവചനം പറയേണ്ടതില്ല യഥാർത്ഥത്തിൽ, കാരണം അതെന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദുആ എന്താണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അള്ളാഹുവിനോട് നാം തേടുന്നു, റബ്ബിനെ വിളിച്ച് നാം പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ഈ കാര്യം റബ്ബിനാണ് ചെയ്തു തരാൻ സാധിക്കുക, ഇത് പടപ്പുകളുടെ കയ്യിലുള്ള കാര്യമല്ല. അവൻ നമ്മുടെ ദുആ കേൾക്കുന്നു, നമ്മൾ എവിടെ വെച്ച് തേടിയാലും. അത് നമ്മൾ റബ്ബിനെ കുറിച്ച് വിശ്വസിക്കുന്നു. അതോടൊപ്പം അങ്ങേയറ്റം വിനയത്തോടെ, ഭയത്തോടെ, പ്രതീക്ഷയോടെ വിളിച്ചു തേടുന്നു. അതാണ് ദുആ. അത് അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നു, അത് അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നു, യാതൊരു സംശയവുമില്ല. കാരണം ഒരാൾ ഇവിടെ വെച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരണപ്പെട്ടു പോയ ഒരാളെ, ഉദാഹരണത്തിന് മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുകയാണ്, എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, തേടുന്നു, എന്റെ കൈപിടിക്കണമെന്ന് പറയുന്നു, ഞങ്ങളുടെ മജ്ലിസിൽ ഹാജറാകണമെന്ന് പറയുന്നു. അതും തന്റെ കണ്ണിൽ കാണുന്ന ഒരാളോട് അയാൾക്ക് കഴിയുന്ന ഒരു കാര്യം ചോദിക്കുന്നതും രണ്ടും രണ്ടാണ് എന്നത് ഏതൊരു
സാമാന്യ ബുദ്ധിയുള്ള ആൾക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന കാര്യമാണ്. മറ്റേത് മനുഷ്യർക്ക് അവരുടെ കഴിവിൽപ്പെട്ട കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു, സഹകരിക്കുന്നു എന്ന് മാത്രം. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുണ്യത്തിലും നന്മയിലും സഹകരിക്കുക, തിന്മയിലും ശത്രുതയിലും സഹകരിക്കരുത്. എന്നാൽ ദുആ അത് അല്ലാഹു അല്ലാത്തവരോട് തേടിയാണ്. അല്ലാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണത്. യാതൊരു സംശയവും അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർക്ക് യഥാർത്ഥത്തിൽ യാതൊരു തെളിവുമില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കിതാബിൽ പറഞ്ഞു, വമൻ യദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർക്ക് യാതൊരു ബുർഹാനുമില്ല, വ്യക്തമായൊരു രേഖയും തെളിവുമില്ല എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. കാരണം അല്ലാഹു അല്ലാത്തവരെല്ലാം മഖ്ലൂഖുകളാണ്, പടപ്പുകളാണ്, സൃഷ്ടികളാണ്. ഒരു സൃഷ്ടി എങ്ങനെയാണ് സൃഷ്ടിയെ ഇബാദത്ത് ചെയ്യുക? സൃഷ്ടി അവരുടെ സ്രഷ്ടാവായ റബ്ബിനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ നബിമാർ മുഴുവൻ വന്ന് ജനങ്ങളെ പഠിപ്പിച്ച കാര്യം അതാണ്. അവരെല്ലാം തേടിയത് അള്ളാഹുവിനോട് മാത്രമാണ്. അവരുടെ ദുആ അത് പരിശുദ്ധ ഖുർആനിൽ അതെല്ലാം അള്ളാഹുവിനോട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനോട് മാത്രം. ഒരിക്കലും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിളിച്ചു തേടാൻ പറഞ്ഞിട്ടില്ല. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ആസിം, ഖുബൈബ് തുടങ്ങിയ സഹാബിമാർ ശത്രുക്കളാൽ കൊല്ലപ്പെട്ട സഹാബിമാരാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ മുശ്രിക്കുകൾ ബന്ദിയാക്കി. സഹാബത്ത് റളിയല്ലാഹു അൻഹും അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ പെട്ട സമയത്ത് എന്താണ് വിളിച്ചു തേടിയത്? അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, അല്ലാഹുവേ ഞങ്ങളുടെ കാര്യം നീ നിന്റെ നബിയെ അറിയിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട്. അവർ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചോ? ഇല്ല. അള്ളാഹുവിനോട് തേടുകയാണ്, അള്ളാഹുവേ ഞങ്ങളുടെ കാര്യം റസൂലിനെ നീ അറിയിക്കണമേ. അവർക്ക് പല സംശയങ്ങളും ഉണ്ടായി. അവരെല്ലാം വാഹനപ്പുറത്തേറി കാതങ്ങൾ താണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ വന്ന് സംശയം ചോദിക്കുകയാണ്. എന്താണ് അവരെ നാട്ടിൽ നിന്ന് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ പോരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടിയാൽ പോരെ? ഇസ്ലാമിക സമൂഹത്തിന് പരിചയമില്ലാത്ത കാര്യമാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക എന്നത്. പിന്നെ ഇസ്ലാമും മറ്റുള്ള ദീനുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം പിന്നെന്താണ്? അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നതിന്റെ അർത്ഥം പിന്നെന്താണ്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാമെങ്കിൽ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെങ്കിൽ നോക്കൂ എത്ര വലിയ അപരാധമാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാമെന്ന് വാദിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ അത് പറഞ്ഞു പറ്റിക്കുന്നവർ എത്ര വലിയ വഞ്ചനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ അള്ളാഹു അല്ലാത്ത പലരെയും വിളിച്ചു തേടുന്നു. എന്തിനേയും വിളിച്ചു തേടാം. ആ വിളിച്ചു തേടുന്നതൊന്നും സ്രഷ്ടാവാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി, അതിന് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി, ഒക്കെ അള്ളാഹു നൽകുന്നതാണ് എന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ് ഈ ആളുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കയിലെ മുശ്രിക്കുകളൊക്കെ മുശ്രിക്കുകളല്ല എന്ന് പറയേണ്ടി വരും. കാരണം അവർ വിശ്വസിച്ചത് അള്ളാഹു മാത്രമാണ് സ്രഷ്ടാവ്, അള്ളാഹു മാത്രമാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. ഞങ്ങൾ ഈ വിളിച്ചു തേടുന്നവർ അവർ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ്, അവരുടെ കയ്യിലുള്ളതും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ് എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. പരിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തുകൾ അതിന് തെളിവായി നമുക്ക് പറയാനുണ്ട്. അപ്പൊ നോക്കൂ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു ദുആ ചെയ്യുക, അത് ചെയ്യുന്നവനേക്കാൾ വഴികെട്ട മറ്റാരുമില്ല. ആ വിളിച്ച് തേടുന്നവർ ഇവരുടെ ദുആഇനെ കുറിച്ച് അശ്രദ്ധരാണ്. അവർ ദുആഇന് ഉത്തരം നൽകുകയില്ല. അവർ തന്നെ അവരുടെ കാര്യം തന്നെ അവർ ഭയപ്പെടുകയാണ്. മാത്രമല്ല നോക്കൂ, ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ അമൽ മുറിഞ്ഞുപോയി.
ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങളിൽ നിന്ന് ഒഴികെ അയാളുടെ അമലുകളെല്ലാം മുറിഞ്ഞുപോയി. അയാൾ കൊടുത്തിട്ടുള്ള ജാരിയായ സദഖ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം, അയാൾ പഠിപ്പിച്ച ഉപകാരപ്രദമായ ഒരു വിജ്ഞാനം, ഇതിന്റെ പരിധിയിൽ വരുന്ന പ്രവർത്തനങ്ങൾ, അതല്ലാത്ത ആളുടെ പ്രവർത്തനങ്ങളെല്ലാം മുറിഞ്ഞുപോയി. പിന്നെങ്ങനെയാണ് മരണപ്പെട്ടവർക്ക് ദുനിയാവിലുള്ളവരെ സഹായിക്കാൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. ചില ആളുകൾ പറയും, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നില്ല, മറിച്ച് അള്ളാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ മരണപ്പെട്ട ആളുകളുടെ ബറക്കത്ത് കൊണ്ട് തരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ഈ മരണപ്പെട്ട വലിയന്റെ ഹക്ക് കൊണ്ട് തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ മരണപ്പെട്ട വലിയന്റെ ജാഹ് കൊണ്ട് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹക്ക്, ജാഹ്, ബറക്കത്ത് എന്ന് പറയും. ഹക്കെന്നാൽ അദ്ദേഹത്തിന് അള്ളാഹുവിങ്കൽ ഉള്ള ഒരവകാശം, ജാഹ് എന്നാൽ അള്ളാഹുവിങ്കലുള്ള സ്ഥാനം, ബറക്കത്ത് എന്നാൽ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം. ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നു. അള്ളാഹു അല്ലാത്ത അള്ളാഹുവിനോടാണ് തേട്ടമെങ്കിൽ, അള്ളാഹുവിനോടാണ് ദുആ എങ്കിൽ ശരി, അത് ശിർക്കല്ല. പക്ഷേ ഈ രൂപത്തിൽ മരണപ്പെട്ടുപോയ ആളുകളുടെ ഹക്കോ ജാഹോ ബറക്കത്തോ അങ്ങനെ പറഞ്ഞുകൊണ്ട് തേടിയാൽ അത് ശിർക്കിലേക്കുള്ള വസീലയാണ്, ശിർക്കിലേക്കുള്ള മാർഗമാണ്, അത് ബിദ്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അങ്ങനെ ഒരു തവസ്സുൽ പഠിപ്പിച്ചിട്ടില്ല. തവസ്സുൽ എന്നാണ് അതിന് ന്യായം പറയുക. എന്താണ് തവസ്സുൽ എന്നാൽ? അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം. ഇത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമല്ല, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന മാർഗമാണ്, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന മാർഗമാണ്. കാരണം തവസ്സുൽ എന്നാൽ, യഥാർത്ഥ തവസ്സുൽ അതിന് 3 ഇനങ്ങളാണുള്ളത്. 3 ഇനങ്ങളാണ് അതിനുള്ളത്. അള്ളാഹുവിലേക്ക് മാർഗം തേടുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അള്ളാഹുവിന്റെ പേരുകൾ, അവന്റെ അസ്മാ, അവന്റെ ഉന്നതമായ പേരുകൾ അത് വിളിച്ചവനോട് തേടുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും നന്മകൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സാലിഹായ ഒരാളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. അത് അനുവദനീയമാണ്, അത് അനുവദനീയമാണ്. നേരിട്ട് തേടലാണ് നല്ലതെങ്കിൽ കൂടി. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി സഹാബത്ത് പ്രാർത്ഥിക്കുകയാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ക്ഷാമമുണ്ടായപ്പോൾ, മഴയ്ക്ക് വേണ്ടി. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം സഹീഹുൽ ബുഖാരിയിൽ കാണാം: ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ ഫഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖീനാ. അല്ലാഹുവേ, നിന്റെ നബിയെ തവസ്സുലാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അഥവാ നിന്റെ നബിയോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ഇപ്പോഴിതാ നിന്റെ നബിയുടെ അമ്മിനെ, നിന്റെ നബിയുടെ പിതൃ സഹോദരനെ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിപ്പിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫയുസ്ഖൗൻ, അങ്ങനെ അവർക്ക് മഴ ലഭിക്കുമായിരുന്നു. എന്റെ റസൂലുള്ളാഹിന്റെ ഖബർ അവിടെ ഇല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ അഫ്ളലുൽ ഖൽഖ്, പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അബ്ബാസിനേക്കാളും എല്ലാ സഹാബത്തിനേക്കാളും ശ്രേഷ്ഠർ. എന്തുകൊണ്ടാണ് അവർ നബിയുടെ ഹക്ക് കൊണ്ട് തരണേ, നബിയുടെ ബറക്കത്ത് കൊണ്ട് തരണേ, ജാഹ് കൊണ്ട് മഴ പെയ്യിക്കണേ എന്ന് അള്ളാഹുവിനോട് തേടിയില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുലാക്കിയില്ല. തവസ്സുലാക്കിയിരുന്നു എപ്പോൾ? ജീവിച്ചിരിക്കെ നബിയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അതാണ് തവസ്സുൽ. മഴ പെയ്യാൻ ഉള്ള പ്രാർത്ഥന നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിരുന്നു. വഫാത്തിനു ശേഷം അതാ ജീവിച്ചിരിക്കുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. സലാത്തുൽ ഇസ്തിസ്ഖാഇന് ഇമാമത്ത് നിർത്തുകയാണ്, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന്. എന്തിനും സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയാ പോരെ? ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവം. ഇതാണ് സഹാബത്തിന്റെ മാതൃക, ഇതാണ് സഹാബത്തിന്റെ ദീൻ. അവർ ദീൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്. അവരുടേത് ശിർക്കില്ലാത്ത ദീനാണ്, അവരുടേത് ബിദ്അത്തില്ലാത്ത യഥാർത്ഥ ദീനാണ്. അവർ പഠിപ്പിച്ചതാണ് സഹോദരങ്ങളുടെ ദീൻ. അതുകൊണ്ട് ജനങ്ങളെ ഈ വിഷയത്തിൽ വഴിതെറ്റിക്കുന്നവർ അവരുടെ മുസ്ലിമീങ്ങളുടെ ദീനാണ് തകർക്കുന്നത്. ഏറ്റവും വലിയ പിഴവ് ഇതാണ്. നമുക്ക് പറയാനുള്ള, പ്രബോധനം നടത്താനുള്ള, ജനങ്ങളെ ക്ഷണിക്കാനുള്ള, ദഅവത്ത് നടത്താനുള്ള ഒന്നാമത്തെ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അത് അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു തേടാവൂ. തൗഹീദാണ്. ഷിർക്കിനെതിരെയാണ് നമുക്ക്
എല്ലാ തിന്മകളെക്കാളും അധികം സംസാരിക്കാനുള്ളത്. അതാണ് നമ്മൾ പറയേണ്ടത്. അതാണ് നമുക്ക് മരണസമയത്ത് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ അമലുകൾ, നമ്മുടെ ദഅവ, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി അതിനെന്തിനു വേണ്ടിയായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇൻഷാ അല്ലാഹ് മരണസമയത്ത് നമുക്ക് ഏറ്റവും ആശ്വസിക്കാവുന്ന കാര്യം തൗഹീദിനു വേണ്ടിയുള്ള നമ്മുടെ സംസാരമായിരിക്കും. അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു തേടാവൂ എന്ന് ജനങ്ങളോട് നാം പറഞ്ഞതായിരിക്കും. കാരണം നബിമാർ എല്ലാവരും പറഞ്ഞ കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ജനങ്ങൾ ആദ്യമായി ക്ഷണിച്ച കാര്യം അതാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനോട് മാത്രം ദുആ ചെയ്യുക. ആ കാര്യം അവരല്ലാത്തവരെ വിളിച്ചു തേടുക എന്നത് നാശമാണ്. മുസ്ലിമിനെ കാഫറാക്കി കളയുന്ന, മുസ്ലിമിനെ മുശ്രിക്കാക്കി കളയുന്ന കാര്യമാണത്. വൽഇയാദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറയുന്നു ഖിയാമത്ത് നാളിൽ എന്ത് സംഭവിക്കും? വഇദാ ഹുശറൻ നാസ്, ജനങ്ങൾ ഒരുമിച്ച് ചേർക്കപ്പെട്ടാൽ കാനൂ ലഹും അഅദാഅ, ഇവർ ഈ ഇലാഹുകൾ, അവർ ഇലാഹുകളാക്കിയവർ അവർ ആരാധിച്ചവരുടെ ശത്രുക്കളായിരിക്കും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, അവരുടെ ഇബാദത്തിനെ അവർ നിഷേധിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ജനങ്ങളിൽ ധാരാളം പേർ ഇബാദത്ത് ചെയ്ത അള്ളാഹുവിന്റെ നബിയാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലേ? അള്ളാഹു ഈസാ നബിയോട് ചോദിക്കുമെന്നാണ്, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മി ഇലാഹൈന മിൻ ദൂനില്ലാഹ്. സൂറത്തുൽ മാഇദയിലെ അവസാനത്തെ പേജ് എടുത്തു നോക്കൂ നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബിയോട് ചോദിക്കും, ഈസാ, താങ്കളാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എന്റെ ഉമ്മയെയും അള്ളാഹുവിന് പുറമെ ഇലാഹുകളായി സ്വീകരിക്കൂ എന്ന്? ഈസാ നബി പറയും, സുബ്ഹാനക്, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധൻ, എനിക്കൊരിക്കലും എനിക്ക് അവകാശമില്ലാത്തത് പറയാൻ സാധ്യമല്ല. ഞാൻ അവരോട് പറഞ്ഞത് എന്താണ്? വഅബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ എന്നാണ്. ഈസാ നബിയെ വിളിച്ചു തേടിയവർ ഈസാ നബിയുടെ ശത്രുക്കളായിരിക്കും നാളെ പരലോകത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടിയവർ മുഹമ്മദ് നബിയുടെ ശത്രുക്കളായിരിക്കും. മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടിയവർ, ബദരീങ്ങളെ വിളിച്ചു തേടിയവർ ഖിയാമത്ത് നാളിൽ ഇൻഷാ അല്ലാഹ് അവരുടെ ശത്രുക്കളായിരിക്കും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, അവരെല്ലാം ഇവരുടെ ഇബാദത്തിനെ നിഷേധിക്കുകയും ചെയ്യും. ഇവരുടെ ഇബാദത്തിനെ നിഷേധിക്കുകയും ചെയ്യും. നോക്കൂ, അല്ലാഹു സൂറത്തു മറിയമിൽ പറഞ്ഞത്, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ, അള്ളാഹുവിന് പുറമെ അവർ ചില ഇലാഹുകളെ സ്വീകരിച്ചു. ലിയകൂനൂ ലഹും ഇസ്സ, അവരൊരു കരുത്താകാൻ, സഹായമാകാൻ വേണ്ടി, പ്രതാപമാകാൻ വേണ്ടി. അള്ളാഹു പറയുന്നു, കല്ല, അല്ല, അങ്ങനെയല്ല ഉണ്ടാവുക. സയക്ഫുറൂന ബിഇബാദതിഹിം, അവർ ഇവരുടെ ഇബാദത്തിനെ നിഷേധിക്കുകയാണ് ചെയ്യുക. വയകൂനുന അലൈഹിം ദിദ്ദ, അവർ ഇവരുടെ എതിരാവുകയാണ് ചെയ്യുക. ഇവരുടെ എതിരാകുകയാണ് ചെയ്യുക. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞതായി സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയുന്നു. എന്താണ് ഇബ്രാഹിം നബി പറഞ്ഞത്? ഇന്നമത്തഖദ്തും മിൻ ദൂനില്ലാഹി ഔസാനൻ, ഇതാ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ചില വിഗ്രഹങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. മവദ്ദത ബൈനിക്കും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ. ثم يوم القيامة, എന്നാൽ പിന്നീട് ഖിയാമത്ത് നാളിൽ യക്ഫുറു ബഅദുകും ബിബഅദിൻ, നിങ്ങൾ പരസ്പരം നിഷേധിക്കും. വയൽഅനു ബഅദുകും ബഅദാ, നിങ്ങൾ പരസ്പരം ശപിക്കും. വമഅവാകുമുൻ നാർ, നിങ്ങളുടെ സങ്കേതം നരകമായിരിക്കും. വമാ ലക്കും മിൻ നാസിരീൻ, നിങ്ങൾക്കൊരു സഹായം ഉണ്ടാവുകയില്ല. വൽഇയാദു ബില്ലാഹ്. നോക്കൂ, മുശ്രിക്കുകളുടെ അവസ്ഥ എത്ര പരിതാപകരമാണ് ഖിയാമത്ത് നാളിൽ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ പറയും, ആരെയാണോ ഇബാദത്ത് ചെയ്തത് അവരെ പിൻപറ്റിക്കോളൂ, അവരുടെ പിന്നാലെ പോയിക്കോളൂ. അങ്ങനെ ജനങ്ങൾ ആരെയാണോ ഇബാദത്ത് ചെയ്തത് അവരുടെ പിന്നാലെ പോയി നരകത്തിൽ പതിക്കുമെന്ന്. ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ, നിങ്ങളും നിങ്ങൾ ആരെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ അവരും നരകത്തിലെ വിറകുകളാകുന്നു. നോക്കൂ അല്ലാഹുവിന്റെ വാക്ക്, ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ, നിങ്ങളും നിങ്ങൾ ആരെ ഇബാദത്ത് ചെയ്യുന്നുവോ അവരും നരകത്തിലെ വിറകുകളാകുന്നു. അവരെല്ലാം നരകത്തിൽ ചെന്നു ചേരുന്നവരാണ്. ലൗ കാന ഹൗലാഇ ആലിഹതൻ മാ വറദൂഹാ, അവർ ഇലാഹുകളായിരുന്നുവെങ്കിൽ അവരൊരിക്കലും നരകത്തിൽ ചെന്നു ചാടുമായിരുന്നില്ല. അപ്പൊ മുശ്രിക്കുകൾ ഈ ആയത്തിറങ്ങിയ ചോദിച്ചു എന്നാണ്. അപ്പൊ ഈസാ നബി ഒരു ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ. അല്ലാഹു അതേ സൂറത്തിൽ ആയത്തിറക്കി, ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ,
لا يسمعون حسيسها وهم فيما اشتهت أنفسهم خالدون لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون إن الذين سبقت لهم منا الحسنى നമ്മുടെ സ്വർഗമുണ്ടെന്ന വാക്ക് മുമ്പേ സ്ഥിരപ്പെട്ട് കഴിഞ്ഞ ആളുകൾ അവർ നരകത്തിൽ നിന്ന് അകലെയായിരിക്കും. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഈസാ നബി തൃപ്തിപ്പെട്ടിട്ടില്ല. അള്ളാഹുവിലേക്ക് അടുത്ത അള്ളാഹുവിന്റെ റസൂലായ അവന്റെ ഏറ്റവും ശ്രേഷ്ഠരായ 5 നബിമാരിൽ ഒരാളാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. അവിടുന്ന് സ്വർഗത്തിലെ നേതാക്കന്മാരിൽ ഒരാളാണ്. അവിടുന്ന് ഒരിക്കലും നരകത്തിലല്ല. അങ്ങനെ തങ്ങളെ ഇബാദത്ത് ചെയ്യുന്നത് തൃപ്തിപ്പെടാത്തവർ, അള്ളാഹുവിനെ അനുസരിച്ചവർ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തവർ, അവരെ ആരെങ്കിലും പിന്നെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കതിന്റെ കുറ്റമില്ല, അവർ സ്വർഗത്തിലാണ്. എന്നാൽ അവരെ ഇബാദത്ത് ചെയ്തവർ അവർ നരകത്തിലാണ്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇബാദത്ത് ചെയ്തവർ അള്ളാഹുവിന്റെ ഉലുൽ അസ്മിൽപ്പെട്ട ഒരു റസൂലിനെയാണ് ഇബാദത്ത് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇളവുണ്ടാകുമോ? അല്ല. അവരുടെ മാർഗത്തിൽ നിന്ന് 5 നേരം നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. അലദ്ദാലീൻ, വഴികെട്ടവരുടെ മാർഗത്തിൽ അള്ളാഹുവെ ഞങ്ങൾ ഉൾപ്പെടുത്തരുത്. അബ്ദുല്ലാഹുമുൻ നസാറ, വഴികെട്ടവരെന്നാൽ അത് നസറാനികളാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരുടെ അതേ മാർഗം സ്വീകരിച്ചവരും അവരെ പോലെ ദുല്ലാൽ, വഴിപിഴച്ചവർ എന്ന വിശേഷണത്തിന് കീഴിൽ വരും. നോക്കൂ, മുശ്രിക്കിന്റെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമാണ്. അവർ നാളെ നരകത്തിൽ ശാശ്വതരായിരിക്കും. ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർക്ക് സാധ്യമല്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു പറഞ്ഞു, അല്ലാഹു ഒരിക്കലും അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല. അതല്ലാത്തത് അവർ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. അല്ലാഹു ഈസ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ പറഞ്ഞതായി അല്ലാഹു ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. ആര് അല്ലാഹുവിൽ പങ്കുചേർത്തു അവന് സ്വർഗം ഹറാമാണ്. ഒരിക്കലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. അവന്റെ സങ്കേതം നരകമാണ്. ആക്രമികൾക്ക് സഹായികളായി ആരും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഇതാണ് മുശ്രിക്കിന്റെ ഖിയാമത്ത് നാളിലെ അവസ്ഥ. വലഇയാദു ബില്ലാഹ്. അള്ളാഹു ഇസ്ലാമിലായി മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഷിർക്കിന്റെ സഹോദരങ്ങളെ നമ്മൾ ഭയക്കുകയും ഷിർക്കിന്റെ വ്യത്യസ്ത ചെറുതും വലുതുമായ ഇനങ്ങളെക്കുറിച്ച് നിരന്തരം നാം പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ തൗഹീദ് മറന്നുപോകും. തൗഹീദിന്റെ വിലയും അതിന്റെ നിലയും വിലയും എന്താണെന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് അതിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. എത്രയോ തൗഹീദ് പഠിച്ച ആളുകൾ പിന്നീട് അത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അത് ആഴത്തിൽ പഠിക്കാതെ അങ്ങനെ വന്ന് പിന്നെ കാണാം അവരുടെ മുൻപിൽ ഷിർക്ക് സംഭവിക്കുന്നു. ഷിർക്കിന്റെ വാക്കുകൾ, ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയപ്പെടുന്നു. അവർക്കത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിന് ഒരു മാറ്റവും തോന്നുന്നില്ല. ഒരു എതിർപ്പിന്റെ ഒരു ലാഞ്ചന പോലും അവരുടെ മുഖത്ത് കാണാനില്ല. ഷിർക്കിന്റെ വാക്കുകൾ കേൾക്കുകയാണ്, ഷിർക്കിന്റെ പ്രവർത്തനങ്ങൾ മുന്നിൽ കാണുകയാണ്. അതിനവർ എതിർക്കുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അതിനെ വ്യംഗ്യമായി പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ അവർ പറയുന്നു. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് അത് സാധിക്കുക? അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ഒരു തിന്മയെ പുകഴ്ത്താൻ, അള്ളാഹു മുഴുവൻ നബിമാരെയും അയച്ചത്, മുഴുവൻ കിതാബുകളും ഇറക്കിയത് ഏതു തിന്മക്കെതിരിലാണോ ആ തിന്മയെക്കുറിച്ച് അതിനെ ഒന്ന് തലോടാൻ, ഒരു ചെറിയ രൂപത്തിലെങ്കിലും അതിനൊരു പ്രോത്സാഹനം നൽകാൻ ഈമാനുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കുക? പക്ഷെ സഹോദരങ്ങളെ, നമ്മെപ്പോലെ തൗഹീദ് പഠിച്ചവർ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടരുതെന്ന് പഠിച്ചവർ, ഷിർക്കാണ് ഏറ്റവും വലിയ തിന്മയെന്ന് മനസ്സിലാക്കിയവർ പിന്നീട് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോയത് എത്രയോ നാം കണ്ടിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലെ, ഷിർക്കിന്റെ ഏറ്റവും വലിയ ഉസ്താദുമാർ, അല്ലെ, ഷിർക്കിന്റെ സാധാരണ അറിയാതെ അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഇതുപോലുള്ള ബൈത്തുകൾ, ഷിർക്ക് വരുന്ന ബൈത്തുകളോ മറ്റോ അതിന്റെ അർത്ഥം അറിയാതെ ചൊല്ലുന്ന ഏതെങ്കിലും സാധാരണക്കാരെ കുറിച്ചല്ല, മറിച്ച് അതിന്റെ ഉസ്താദുമാർ, അതിന്റെ നേതാക്കന്മാർ, താവൂത്തുകളെന്ന് വിശേഷിപ്പിക്കാവുന്നവർ, അവരുടെ പിന്നിൽ പോയി വരെ കൈകെട്ടി നിസ്കരിക്കുന്ന അവസ്ഥയിൽ ആരൊക്കെ ചെന്നുവിട്ടു? തൗഹീദ് പഠിച്ചവർ ചെന്നുവിട്ടു. നമ്മളൊക്കെ കണ്ടതാണ് അതുപോലത്തെ പരിതാപകരമായ രംഗങ്ങൾ. എങ്ങനെയാണ് ഈമാനുള്ളൊരു മനുഷ്യന് സാധിക്കും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഷിർക്കിന്റെ ശരിയായ നേതാക്കന്മാർ, ജനങ്ങളെ ഷിർക്കിൽ പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള നേതാക്കന്മാര് അവരുടെ പിന്നിൽ പോയി
ഐക്യമെന്നും പറഞ്ഞ് അവരുടെ പിന്നിൽ പോയി കൈകെട്ടാൻ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക? അബൂജഹലിന്റെ പിന്നിൽ പോയി നിസ്കരിക്കുന്നത് പോലെ എന്നല്ലാതെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഈമാനുള്ള ഒരാൾക്കത് സാധിക്കുക? നോക്കൂ, തൗഹീദിന്റെ മഹത്വം, അതിന്റെ തിളക്കം അത് ഹൃദയത്തിൽ നിന്ന് മങ്ങിപ്പോയാൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കും. വൽഇയാദുബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതൊന്നും സഹോദരങ്ങൾ മുവഹിദുകൾക്ക് യോജിച്ച കാര്യമല്ല. അവർ ഏറ്റവും വലിയ അമൂല്യമായ സ്വത്തായി കാണുന്നത് തൗഹീദിനെയാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക എന്നതിനെ പോലെ അവർക്ക് വെറുപ്പുള്ള മറ്റൊരു കാര്യവുമില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ നബിമാർ പഠിപ്പിച്ച കാര്യമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുൻപിൽ ഒരാൾ വന്ന് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അള്ളാഹു നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ. നോക്കൂ, അദ്ദേഹം നബി അള്ളാഹുവിന് പങ്കുചേർക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ ചോദിക്കുകയാണ്, അജഅൽതനി ലില്ലാഹി നിദ്ദ, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കിയോ? ഖുൽ മാ ശാ അല്ലാഹു വഹ്ദഹ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചതുപോലെ എന്ന് നീ പറയൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം നോക്കൂ. ഷിർക്കിന്റെ എന്തെങ്കിലും ഒരു ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുന്നിൽ അനുവദിച്ചിട്ടുണ്ടോ? അല്ലെ, ചെറിയ കുട്ടികളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ പാട്ടുപാടുകയാണ്, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങളിൽ ഒരു നബിയുണ്ട്, നാളെ നടക്കുന്നത് എന്താണെന്ന് അറിയുന്ന നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പാടരുതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ തിരുത്തുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നബിയെ, ബുവാന എന്ന സ്ഥലത്ത് വെച്ച് ഞാനൊരു അറവ് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവിടെ മുശ്രിക്കുകളുടെ വല്ല വിഗ്രഹവും ഉണ്ടായിരുന്നോ മുമ്പ്? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അവരുടെ വല്ല ആഘോഷവും ഉണ്ടായിരുന്നു അവിടെ? ഇല്ല. എന്നാൽ നീ അറുത്തോളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, വന്ന സഹാബി വിഗ്രഹത്തിന് വേണ്ടിയാണോ അറുക്കുന്നത്? മുശ്രിക്കുകളുടെ ആഘോഷത്തിന് അതിന് അഭിവാദ്യം അർപ്പിച്ച് അറുക്കുന്നതാണോ? ഒന്നുമല്ല. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കാൻ എത്രയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുള്ളത്, തഖീദ് ചെയ്തിട്ടുള്ളത്. തൗഹീദിന്റെ കോട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ല രൂപത്തിലാണ് സംരക്ഷിച്ചിട്ടുള്ളത്. അതങ്ങനെ സംരക്ഷിക്കേണ്ട ഹിസ്നാണ്, തൗഹീദിന്റെ കോട്ടയാണ്. അത് സഹോദരങ്ങളെ, അത് നമ്മുടെ മനസ്സിൽ ഏറ്റവും പ്രാധാന്യത്തോടെ എന്നും നിലനിൽക്കണം. അതിനെന്താണ് വേണ്ടത്? ആവർത്തിച്ച് തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കുക. തൗഹീദ് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഷെയ്ഖ് തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാഹ് മഹാനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ലോകത്ത് ജീവിച്ചിരിക്കുന്ന 5 പണ്ഡിതന്മാരെ എണ്ണിയ കൂട്ടത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ കൂടെ വരെ എണ്ണിയ ആളാണ് തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാഹു തആല. വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ദീനിൽ നല്ല അറിവുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം മറ്റുള്ള ഭാഷകൾ കൂടി പഠിച്ചു. ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി അദ്ദേഹം മറ്റുള്ള ഭാഷകൾ പഠിച്ചു. ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം വലിയ കഴിവ് നേടി എന്ന് മാത്രമല്ല, അദ്ദേഹം മറ്റൊരാളുടെ കൂടെ ചേർന്ന് പരിശുദ്ധ ഖുർആനിന് ഒരു പരിഭാഷ ഇംഗ്ലീഷിൽ ഇറക്കുകയുണ്ടായി. ഇന്നും സൗദി അറേബ്യയിൽ അവിടുത്തെ മുജമ്മഉൽ മലിക് ഫഹദ്, മദീനയിലെ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്, അവർ പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ പല ഭാഷയിൽ ഇറക്കാറുണ്ടല്ലോ. മലയാളത്തിൽ അവർ നമ്മുടെ മസ്ജിദുകളിലൊക്കെയുള്ള പരിഭാഷയാണ് അവർ ഇറക്കാറുള്ളത്. ഓരോ നാട്ടിലും തൗഹീദിന്റെ ആളുകൾ ആരാണ്, അവരുടെ പരിഭാഷയാണ് ആ തൗഹീദിന്റെ രാജ്യം തെരഞ്ഞെടുത്ത് അവരുടെ ചെലവിൽ ഓരോ ഭാഷയിൽ അടിച്ച് ഹജ്ജിന് വരുന്നവർക്കും മറ്റും വിതരണം ചെയ്യാറുള്ളത്. ഇംഗ്ലീഷിൽ അവർ അടിച്ചു വിതരണം ചെയ്യുന്നത് തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാഹ് അദ്ദേഹവും മറ്റൊരാളും കൂടി ചേർന്ന് എഴുതിയ പരിഭാഷയാണ്. വലിയ വിജ്ഞാനം ഉണ്ടായിരുന്ന മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം. മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പല നാടുകൾ അദ്ദേഹം സന്ദർശിക്കുകയും താമസിക്കുകയും ചെയ്തു. ഇന്ത്യയിലും അദ്ദേഹം താമസിക്കുകയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥയെക്കുറിച്ചെല്ലാം അദ്ദേഹം പറഞ്ഞത് കാണാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നും കിതാബ് തൗഹീദിന്റെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിന്റെ ഒരു കോപ്പി എന്റെ കയ്യിൽ കരുതും. ഞാനത് ഇടക്കിടെ വായിച്ചുകൊണ്ടിരിക്കും. ഇടക്കിടെ വീണ്ടും വീണ്ടും ഞാനത് വായിച്ചുകൊണ്ടിരിക്കും. ആവർത്തിച്ച് പഠിക്കേണ്ടതാണ് തൗഹീദ്. വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമാണത്.
കാരണം തൗഹീദ് അതിന്റെ മഹത്വം എന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ശിർക്കിനോടുള്ള അതിനോടുള്ള എതിർപ്പ് അത് എത്രമാത്രം വലിയ തിന്മയാണെന്ന കാര്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നോക്കൂ, അല്ലാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഷിർക്കിനെ അള്ളാഹുവിന് പുറമെ ജനങ്ങൾ ആരാധിക്കുന്നതിനെ എതിർത്തതിന്റെ പേരിൽ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ദുആ പരിശുദ്ധ ഖുർആനിൽ അതാ സൂറത്ത് ഇബ്രാഹിമിൽ وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത സന്ദർഭം, അല്ലാഹുവേ ഈ നാടിനെ മക്കയെ നീ നിർഭയത്വമുള്ള നാടാക്കണമേ, വജ്നുബ്നി എന്നെ നീ അകറ്റണമേ, വബനിയ എന്റെ മക്കളെയും നീ അകറ്റണമേ, അൻ നഅ്ബുദൽ അസ്നാം ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ ദൂരെ മാറ്റണമേ. ജുനുബ്നി എന്ന് പറഞ്ഞാൽ ഷിർക്ക് ഒരു ഭാഗത്താണെങ്കിൽ എന്നെ അതിന്റെ നേരെ എതിർഭാഗത്ത് ദൂരെ ആക്കണമേ. അതാണ് ഷിർക്ക് ഒരു ജാനിബിലാണെങ്കിൽ എന്നെ ഒരിക്കലും ആ ജാനിബിൽ ആ വശത്താക്കരുത്. അതിൽ നിന്ന് ബഹുദൂരം അകലെയാക്കണമേ എന്നെ എന്റെ മക്കളെയും. എന്തിൽ നിന്ന്? ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്. ആരാണ് തേടുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അള്ളാഹുവെ ആ ബിംബങ്ങൾ ഒരുപാട് പേരെ വഴിതെറ്റിച്ചു കളഞ്ഞു. നമ്മളെപ്പോലെ ബുദ്ധിയുള്ള, തലച്ചോറുള്ള, ഹൃദയമുള്ള അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ മിടിക്കുന്ന ഹൃദയം നൽകിയിട്ടുള്ള, കണ്ണും കാതും കൽബും നൽകിയിട്ടുള്ള ഒരുപാട് മനുഷ്യരാണ് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്നത്, കൈകൂപ്പുന്നത്, അവരുടെ മുന്നിൽ തലകുനിക്കുന്നത്. അല്ലെ, വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ വരെ ചെയ്യുന്നത് കാണാം. വലിയ ഡോക്ടർമാർ കാണാം, അവർ ആൾദൈവത്തിന്റെ ഹോസ്പിറ്റലിൽ പോയി സൗജന്യമായി സേവനം ചെയ്തു കൊടുക്കുന്നു. അവർക്കുള്ള ഇബാദത്തായി ചെയ്തു കൊടുക്കുന്നതാണ്, ഒരു പൈസയും വാങ്ങാതെ. വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ. പക്ഷെ ഒരു ലളിതമായ സത്യം, ഏറ്റവും ലളിതമായ ഒരു സത്യം, അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അവർക്കില്ലാതെ പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹഖ്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, എത്രയോ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ശിർക്കിലകപ്പെട്ടിട്ടുണ്ട്. ആൾ ദൈവങ്ങളുടെ, വിഗ്രഹങ്ങളുടെ, ബിംബങ്ങളുടെ, മഖ്ബറകളുടെ എല്ലാം അടിമകളായിട്ടുണ്ട്. അവർക്കെന്താണ് ഇല്ലാതെ പോയത്? ഹിദായത്താണ് ഇല്ലാതെ പോയത്. അതുകൊണ്ട് ആ ശിർക്ക് നമ്മിലും വരുന്നത് നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് ഏറ്റവും നന്നായി നമ്മൾ തൗഹീദ് പഠിക്കുകയും അതിലേക്ക് ജനങ്ങളെ എപ്പോഴും ക്ഷണിക്കുകയും സാധിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം തൗഹീദ് പറയുന്ന ഒരു വാക്ക്, തൗഹീദ് പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേശം, ഒരു മെസ്സേജ്, എന്താണ് നമുക്ക് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെയ്യാൻ സാധിക്കുക, അത് ചെയ്യുക. ഇത് സഹോദരർ, തൗഹീദിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ, എന്തെങ്കിലും ഒന്ന് ഒരാൾക്ക് അയച്ചു കൊടുത്താൽ, അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ പരലോകത്ത് വലിയ മുതൽക്കൂട്ടായിരിക്കും അത്. നമ്മുടെ സന്ദേശം ആളുകൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും, സ്വീകരിച്ചാലോ സുബ്ഹാനല്ലാഹ്, ലയഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുംറിൻ നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു നിന്നെ കൊണ്ട് ഒരാളെ ഹിദായത്തിലാക്കുക എന്നത് ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, തൗഹീദിന്റെ കാര്യം എന്നും നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനെതിരായ ശിർക്കിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് എപ്പോഴും ജാഗ്രത കൈക്കൊള്ളുകയും ചെയ്യുക. വഫഖനില്ലാഹു വയ്യാക്കും. അല്ലാഹു പറയുന്നു, വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ ഖാല അല്ലദീന കഫറൂ ലിൽഹഖ് ലമ്മാ ജാഅഹും ഹാദാ സിഹ്റുൻ മുബീൻ. വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ, വഇദാ തുത്ലാ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അലൈഹിം അവർക്ക്, ആയാതുന നമ്മുടെ ആയത്തുകൾ, ബയ്യിനാത്തിൻ വ്യക്തമായ നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഖാലല്ലദീന കഫറു കാഫിറുകളായ ഇസ്ലാമിനെ നിഷേധിച്ചവരായ ആളുകൾ പറയും, ലിൽ ഹഖ് സത്യത്തെക്കുറിച്ച് അവർ പറയും, ലമ്മാ ജാഅഹും അവർക്കത് വന്നു കിട്ടിയാൽ, ഹാദാ ഇത് സിഹ്റുൻ മുബീൻ വ്യക്തമായ സിഹറാണ്, മാരണമാണ്. അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഇസ്ലാമിനെ നിഷേധിച്ച ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ വ്യക്തമായ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സത്യത്തെക്കുറിച്ച് അവർ പറയുകയാണ്, ഹക്കിനെ കുറിച്ച് പറയുകയാണ്, ഇത് സിഹറാണ് എന്ന്. അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ആയത്തുകളാകട്ടെ വളരെ വ്യക്തമാണ്, അതിൽ യാതൊരു സംശയവുമില്ല.
എന്നിട്ടാണ് അവർ അതിനെക്കുറിച്ച് എന്തു പറയുന്നത്? സിഹറും മുബീൻ, വ്യക്തമായ സിഹറാണെന്നാണ് അത് പറയുന്നത്. വ്യക്തമായ സത്യമാണത്, അള്ളാഹുവിന്റെ ആയത്താണ്. സിഹറും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഹക്കും തമ്മിൽ ഒരിക്കലും യോജിക്കുകയില്ല. ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആനും സിഹറും തമ്മിൽ. നബിയെ നിഷേധിക്കാൻ അവർ പറഞ്ഞ പല ന്യായങ്ങളിൽ ഒന്നാണ് ഇത് സാഹിറാണ്, ഇത് കൊണ്ടുവന്നത് സിഹറാണ്. എന്നിട്ട് അവർ തന്നെ നബിയോട് പല അത്ഭുതങ്ങളും കാണിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞു, അവർക്ക് എത്ര വലിയ അത്ഭുതം കാണിച്ചു കൊടുത്താലും, ആകാശത്തേക്ക് കയറിപ്പോയാലും, ആകാശം അവരിലേക്ക് കഷ്ണം കഷ്ണമായി വീഴ്ത്തിയാലും സിഹറാണെന്ന് അവർ പറയുകയുള്ളൂ. അള്ളാഹു ഹിദായത്ത് നൽകാത്തവൻ, അവന് ഹിദായത്ത് നൽകാൻ, അവനെ തെറ്റിൽ നിന്ന് രക്ഷിക്കാൻ മറ്റാരുമില്ല. അള്ളാഹു പറയുന്നു, അം യഖൂലൂന ഇഫ്തറാഹ്, അതല്ല അവർ പറയുകയാണോ ഇഫ്തറാഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന്, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണ് എന്നവർ പറയുകയാണോ? ഖുൽ, പറയൂ നബിയെ, ഇനിഫ്തറൈതുഹു, ഞാൻ ഇത് കെട്ടിച്ചമച്ചതാണെങ്കിൽ ഫലാ തംലികൂന ലി, എനിക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്തുകയില്ല നിങ്ങൾ, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന് ഷൈഅൻ, ഒന്നും. അഥവാ ഞാൻ അള്ളാഹുവിന്റെ പേരിൽ ഇത് കെട്ടിച്ചമച്ചാൽ, അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചവനെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കും. നിങ്ങൾക്കൊരിക്കലും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. ഹുവ അഅലമു, അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നത്, ബിമാ തുഫീദൂന ഫീഹ്, നിങ്ങൾ ഏത് കാര്യത്തിലാണോ മുഴുകിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏത് കാര്യത്തിലാണോ വ്യാപൃതരായിട്ടുള്ളത്, അത് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. കഫാ ബിഹി ഷഹീദൻ ബൈനി വബൈനകും, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അള്ളാഹു തന്നെ മതി. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചൊരിയുന്നവനുമാണ്. അം യഖൂലൂന ഇഫ്തറാഹ്, അവർ പറയുകയാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണ് ഇത് എന്ന്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില പണ്ഡിതന്മാർ പറയുകയുണ്ടായി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണിത് എന്നായാൽ പോലും ഇത് അത്ഭുതമാണ്, മുഅ്ജിസത്താണ്. കാരണം ഇത് മനുഷ്യന് പറയാൻ സാധിക്കുന്നതല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കെട്ടിച്ചമച്ചു എന്ന് അവരുടെ വാദത്തിന് സമ്മതിച്ചു കൊടുത്താൽ പോലും ഇത് മനുഷ്യർക്ക് സാധിക്കാത്ത ഒരു മുഅ്ജിസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നാണ് വരിക. എന്നാൽ ഒരിക്കലും അവിടുന്ന് സ്വന്തം വക പറഞ്ഞതല്ല. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ വഹിയാണ്. എന്നിട്ട് നബിയോട് അള്ളാഹു പറയാൻ ആവശ്യപ്പെടുന്നു, അങ്ങനെ ഞാൻ കെട്ടിച്ചമച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ഒന്നും എനിക്ക് വേണ്ടി ഉടമപ്പെടുത്താൻ നേടിത്തരാൻ സാധ്യമല്ല. ഒരാൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് കളവായി വാദിച്ചാൽ ഒരിക്കലും അള്ളാഹു അയാളെ ഭൂമിയിൽ അധികാരവും ഇതുപോലെ തുടരെയുള്ള വിജയവും കൊണ്ട് ഒരിക്കലും സഹായിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വിജയവും ഈ ദുനിയാവിൽ തന്നെ നൽകിയിട്ടുള്ള തുടരെയുള്ള വിജയവും സ്വാധീനവും ഭൂമിയിൽ നൽകിയിട്ടുള്ള സൗകര്യവുമെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂലാണ് എന്നതിനുള്ള തെളിവാണ്. കാരണം അള്ളാഹുവിന്റെ പേരിൽ ഇങ്ങനെ ഒരു കളവ്, റസൂലാണ് താൻ എന്ന് കളവ് പറഞ്ഞ ഒരാളെ ഒരിക്കലും അള്ളാഹു റബ്ബുൽ ആലമീൻ വെറുതെ വിടുകയില്ല. അള്ളാഹു പറഞ്ഞത് നോക്കൂ, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, നമ്മുടെ പേരിൽ വല്ല കളവും ഇദ്ദേഹം കെട്ടിച്ചമച്ചു പറഞ്ഞാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, നാം നമ്മുടെ വലതു കൈ കൊണ്ട് അദ്ദേഹത്തെ പിടിക്കുന്നതാണ്. ثم لقطعنا منه الوتين, അദ്ദേഹത്തിന്റെ അൽ വതീൻ, ജീവൻ നശിച്ചു പോകുന്ന ഒരു ഞരമ്പാണത്, അത് നാം മുറിച്ചു കളയുമായിരുന്നു. فما منكم من احد عنه حاجزين, അതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു രക്ഷിക്കാൻ നിങ്ങളിൽ ഒരാൾക്കും സാധിക്കുമായിരുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയാൻ ആവശ്യപ്പെടുന്നത്. ഞാനിത് കെട്ടിച്ചമച്ചതാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് എനിക്ക് വേണ്ടി ഒന്നും സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഹുവ അല്ലാഹു അഅലമു ബിമാ തുഫീദൂന ഫീഹ്, നിങ്ങൾ ഈ മുഴുകിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ, നിങ്ങളുടെ നിഷേധത്തിൽ അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. കഫാ ബിഹി ഷഹീദൻ ബൈനി വ ബൈനകും,
നിങ്ങൾക്കും എനിക്കുമിടയിൽ സാക്ഷിയായ അള്ളാഹു തന്നെ മതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയ്ക്ക് അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹു അവിടത്തേക്ക് നൽകിയ വിജയവും സൗകര്യവുമെല്ലാം അതിനുള്ള തെളിവാണ്. വഹുവൽ ഗഫൂറുർ റഹീം. നോക്കൂ, ഈ ആയത്ത് അള്ളാഹുവിന്റെ ഈ രണ്ട് പേരുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിൽ അവരെ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക്, തൗബയിലേക്ക് അവർക്കുള്ള ക്ഷണമുണ്ട്. കാരണം ഇത്ര വലിയ കൊടും കുഫറിലാണ് അവരെങ്കിലും ഖേദിച്ചു മടങ്ങിയാൽ, ഈ ഉള്ള നിലപാട് അവസാനിപ്പിച്ചാൽ അള്ളാഹുവിന്റെ പാപമോചനം അവർക്കുണ്ട്. ഖുൽ ലില്ലദീന കഫറു ഇയൻതഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖുൽ ലില്ലദീന കഫറു, കാഫറുകളായ ആളുകളോട് പറയൂ, ഇയൻതഹു, അവരത് അവസാനിപ്പിച്ചാൽ, അവർ ആ കുഫറിൽ നിന്ന് വിരമിച്ചാൽ, യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്, കഴിഞ്ഞുപോയത് അവർക്ക് പൊറുക്കപ്പെടുന്നതാണ്. വഹുവൽ ഗഫൂറുർ റഹീം. ഇതുപോലെയാണ് സൂറത്തു അൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞത്, വഖാലു അസാതീറുൽ അവ്വലീന ഇക്തതബഹ ഫഹിയ തുംല അലൈഹി ബുക്റത വഅസീല. അവർ പറഞ്ഞു, പഴയ കെട്ടുകഥകൾ, ഇതിഹാസങ്ങളൊക്കെ ഇദ്ദേഹം എഴുതുകയാണ്. ഫഹിയ തുംല അലൈഹി ബുക്റത വഅസീല, രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തിന് ആരോ അത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എഴുതിയുണ്ടാക്കിയതാണിത്. ഖുൽ, പറയൂ നബിയെ, അൻസലഹു അല്ലദീ യഅലമു സിർറ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും രഹസ്യമറിയുന്ന റബ്ബ് ഇറക്കിയ കിതാബാകുന്നു ഇത്. ഇന്നഹു കാന ഗഫൂറർ റഹീമ, അവൻ ഗഫൂറും റഹീമുമാണ്, ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചൊരിയുന്നവനുമാണ്. ഈ കടുത്ത കുഫർ അവരുടെ വായിൽ നിന്ന് വരുമ്പോഴും അവരെ പാപമോചനത്തിലേക്ക്, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അഥവാ നിങ്ങളിത് അവസാനിപ്പിച്ചാൽ ഇതാ അള്ളാഹുവിന്റെ പാപമോചനം നിങ്ങൾക്കുണ്ട്. ഏതുപോലെ സൂറത്തുൽ ബുറൂജിൽ അള്ളാഹു പറഞ്ഞത് നോക്കൂ, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ثم ലം യതൂബു ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത് എത്ര വലിയ കാരുണ്യമാണ്, ഇത് അള്ളാഹുവിന്റെ എത്ര വലിയ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. കാരണം ആ സൂറത്തിൽ പരാമർശിച്ചത് മുസ്ലിമീങ്ങളായ ഒരു പട്ടം സാധുക്കളെ, അവരിലെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം വലിയ കുഴി കുഴിച്ച് കിടങ്ങുണ്ടാക്കി അതിൽ തീ കത്തിച്ച് അതിലേക്ക് തള്ളിയിടുകയും എന്നിട്ട് അതിന്റെ വക്കത്തിരുന്നത് കണ്ടാസ്വദിക്കുകയും ചെയ്ത ആളുകളെ കുറിച്ചാണ് ആ സൂറത്തിൽ അള്ളാഹു പറയുന്നത്. എന്നിട്ടും റബ്ബ് പറഞ്ഞത് എന്താണ്? ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനുകളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ഇങ്ങനെ കത്തിച്ച് കരിച്ചു കൊലപ്പെടുത്തുകയും സുമ്മ ലം യതൂബു, എന്നിട്ട് അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങാതിരിക്കുകയും ചെയ്തവർക്ക് നരകശിക്ഷയുണ്ട് എന്നാണ്. അഥവാ അതവരെ അവസാനിപ്പിച്ചാൽ, ഇസ്ലാമിലേക്ക് വന്നാൽ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടിയാൽ അതുപോലും അള്ളാഹു റബ്ബുൽ ആലമീൻ പുറത്തു കൊടുക്കുമെന്നാണ്. കാരണം ഈ ദീൻ, ഇത് എത്ര വലിയ പാപിയെയും അവൻ തിരുത്താൻ തയ്യാറായാൽ അവനുള്ള മാർഗം അള്ളാഹു റബ്ബുൽ ആലമീൻ തുറന്നു കൊടുത്തിരിക്കുന്നു. അവൻ താൻ നശിച്ചുപോയി എന്ന് വിചാരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് വന്നിട്ട് ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഒരാൾ സകല തെറ്റും ചെയ്തു, അയാൾ ഒരു ആഗ്രഹവും വിട്ടിട്ടില്ല, തന്റെ ഒരു മോഹവും അവൻ ഉപേക്ഷിച്ചിട്ടില്ല, എല്ലാ തെറ്റുകളും ചെയ്തു, അങ്ങനെയുള്ള ഒരാൾക്ക് തൗബയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലംത, നീ മുസ്ലിമായോ? അദ്ദേഹം പറഞ്ഞു, അതെ. എങ്കിൽ നീ നന്മ പ്രവർത്തിക്കുക, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ തിന്മകൾ കൂടി നന്മകളാക്കി മാറ്റും. അദ്ദേഹം ചോദിച്ചു, വഗദറാതി വഫജറാതി, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ചതികളും വഞ്ചനകളും എന്റെ ദുഷ്പ്രവർത്തനങ്ങളും എല്ലാമോ ഞാൻ മുമ്പ് ചെയ്തു പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞുപോയി. സഹാബത്ത് പറയുകയാണ്, കാഴ്ചയിൽ നിന്നും അറിയുവോളം അദ്ദേഹം തക്ബീർ പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന്. ഇതാണ് സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ, പാപമോചനം തേടിയാൽ അവൻ ഏത് പാപവും പുറത്തു തരും. അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവാൻ പാടില്ല, മറിച്ച് അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും പാപമോചനം തേടുകയും തിരുത്തുകയും നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഏവർക്കും നമ്മുടെ തിന്മകൾ മായ്ച്ചു തരികയും പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല അലം. സല്ലല്ലാഹു സല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.